മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മേലാറ്റൂർ ഇനി ഹരിത ടൗൺ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് മേലാറ്റൂരിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ പ്രഖ്യാപനം നടത്തി. ടൗണിൽ മാലിന്യം വലിച്ചെറിയുന്നതിനും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾക്കും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതായി പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ശുചിത്വ സന്ദേശ പദയാത്രയിൽ വാർഡംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി പ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടകളിലും സ്ഥാപനങ്ങളിലും ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് ഹരിതാപമാക്കണമെന്നും സ്ഥാപനങ്ങൾക്കും കടകൾക്കും മുൻപിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്നും അജൈവ മാലിന്യങ്ങൾ യൂസർ ഫീയോടുകൂടി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക, കടകളിലും സ്ഥാപനങ്ങളും ബോധവൽക്കരണ പോസ്റ്ററുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള വിവിധ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, ജൈവമാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതിനാവശ്യമായ ഒരു താൽക്കാലിക MCF ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം 60-65% വീടുകളിൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉത്തരവാദപ്പെട്ട ഒരു ജോലിയാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തപ്പെടുന്നത്. ഇതൊരു പൊതുവായ വിഷയമാണ്. ഒരു ആരോഗ്യമുള്ള ഒരു രാജ്യത്തിൻ്റെ നാട്ടിലാണ് ശുചിത്വമായ ഒരു പ്രദേശം, ശുചിത്വമായ കുടിവെള്ളം, ശുചിത്വമായ മറ്റു ജീവിത രീതികൾ. അതിൽ പ്രധാനമായും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം. പല വിധത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അജൈവ മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും. ജൈവമാലിന്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട്. പക്ഷേ അജൈവ മാലിന്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രങ്ങൾ പുഴയോരങ്ങളും അതുപോലെ തന്നെ പാതയോരങ്ങളും മറ്റുമാണ്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP കബീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി VP അബ്ദുൽ സലീം, CDS ചെയർപേഴ്സൺ N ശ്രീലേഖ, അസിസ്റ്റന്റ് സെക്രട്ടറി VN കാളിദാസ്, വ്യാപാരി പ്രതിനിധി CT മമ്മദ, VK റൌഫ്, VO KP മിഥുൻ, ഹരിതകർമ്മ സേന പ്രസിഡന്റ് സിനിമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗം V ശശിധരൻ, IRTC കോർഡിനേറ്റർ അൻഫാസ് പാലത്തിങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.